നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യം എഴുതാൻ ശ്രമിക്കുന്ന ബി.ജെ.പിയുടെ നിർണായക ശക്തി എന്ന അവകാശവാദം യാഥാർത്ഥ്യമാകുമോ, അതോ രാഷ്ട്രീയ ഹൈപ്പിന്റെ മറ്റൊരു അധ്യായമോ? ഇത്തവണയും ഞങ്ങൾ വിധി നിർണയിക്കും എന്ന് അവകാശപ്പെടുന്ന ബി.ജെ.പിക്ക് പണം ഒഴുക്കുന്നതിനപ്പുറം നേട്ടമുണ്ടാക്കാനാകുമോ? നേമത്ത് മാത്രം ഒതുങ്ങുന്ന ശക്തിയാണോ ഇത്? അല്ലെങ്കിൽ പാലക്കാട്, മഞ്ചേശ്വരം, കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ധ്രുവമായി ഉയരാനാകുമോ? ഒരു വശത്ത് LDF-ഉം UDF-ഉം തമ്മിലുള്ള പരമ്പരാഗത പോരാട്ടം, മറ്റൊരു വശത്ത് കിങ് മേക്കർ സ്വപ്നം കാണുന്ന ബി.ജെ.പി. ചോദ്യം ഒന്ന് മാത്രം: കേരളത്തിൽ അധികാരത്തിന്റെ താക്കോൽ പിടിക്കാൻ ബി.ജെ.പിക്ക് കഴിയും വരെ വളർച്ചയുണ്ടായോ? അല്ലെങ്കിൽ ഇത് വോട്ടുകൾ ചിതറിച്ച് മറ്റാരെയെങ്കിലും ജയിപ്പിക്കുന്ന രാഷ്ട്രീയ കളിയാണോ? CPM ബി.ജെ.പി. ഡീലെന്ന് UDF ആരോപിക്കുന്നത് വോട്ട് ചിതറുമെന്ന ഭയപ്പാടിലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ബി.ജെ.പിക്ക് നിയമം മാത്രമോ അതോ അതിനും അപ്പുറത്തോ? പ്രൈം ഡിബേറ്റിൽ ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ N. ശ്രീകുമാർ എന്നിവർ ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ബലപ്പെട്ടിരിക്കുകയാണ്. ബി.ജെ.പിക്ക് ഒന്നിലധികം സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അത് 4 കടന്ന് 5 കടന്ന് 10ലേക്കൊക്കെ ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നിയമത്തിനപ്പുറത്തേക്ക് ഒരു വളർച്ച താങ്കൾ കാണുന്നുണ്ടോ? നേമത്ത് കാണുന്നുണ്ടോ? എനിക്ക് ഈ ഇലക്ഷൻ്റെ ഇപ്പം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ അത് തരംഗമായിരിക്കും, ബാക്കിയൊരു എല്ലാവരും തൂഫാനടിച്ചു പോകും. അങ്ങനെ തൂഫാനടിച്ചു പോകുന്ന ഘട്ടത്തിൽ ബി.ജെ.പി വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ LDF ആണ് ജയിക്കുന്നതെങ്കിൽ 5-10 സീറ്റിൻ്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് ഒരു മാക്സിമം 10 അല്ലെങ്കിൽ 5 വരെ സീറ്റുകളെങ്കിലും ഉറപ്പായും കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഒരു ലോജിക്കലായിട്ടുള്ള വോട്ടാണ്, ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വോട്ടായിരിക്കും. ഈ പറയുന്ന മാതിരി ഒരു ആൻറ്റി LDF തരംഗം അടിച്ചിട്ടില്ലെങ്കിൽ അപ്പം അത് സ്വാഭാവികം. അതിൽ ആന്റി LDF തരംഗമാണെങ്കിൽ 0 ഓ ആന്റി LDF തരംഗമാണ് ചിലപ്പോൾ 1 സീറ്റോ 2 സീറ്റോ അല്ലെ 0 to 2 എന്ന് വേണം നമുക്ക് കരുതാം. പക്ഷേ LDF അനുകൂല തരംഗമാണെങ്കിൽ ബി.ജെ.പിന്നെ നില മെച്ചപ്പെടും. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ലോജിക്കലായി വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റേ വൈകാരികമായ വോട്ടാണ്. വൈകാരികമായി തള്ളി ഒരു ഭരണമാറ്റം എന്ന ആഗ്രഹത്തിൽ ചെയ്യുന്ന വോട്ടാണെങ്കിൽ അത് UDF-ലേക്കായി പണ്ടാരടങ്ങട്ടെ ചെയ്യുന്ന വോട്ടിന് ചില സമയത്ത് ആളുകൾ അങ്ങനെ വോട്ട് ചെയ്യും. ആ സമയം അങ്ങനെ വോട്ട് ചെയ്താൽ പിന്നെ നോക്കണ്ട, അവിടെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യില്ല. അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അതിൻ്റെ ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവും. 5 വരെ സീറ്റുകൾ അവർ നേടാൻ നല്ല സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അതിലും കടന്നു പോയാലും അത്ഭുതപ്പെടാനില്ല. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്, അതിനുള്ള സ്കോപ്പ് അവർക്കുണ്ട്, വോട്ടേഴ്സും അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ കാണുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ 5 മുതൽ 10 വരെ എന്നൊക്കെ പറയുമ്പോൾ പരമാവധിയാണ്. കാരണം ഞാൻ കാണുന്നത് ഒന്ന് നിയമമാണ്, ഒന്ന് പിന്നെ മുരളീധരൻ്റെ മണ്ഡലം കഴക്കൂട്ടം, പിന്നെ കാസർഗോഡുള്ള മഞ്ചേശ്വരം മണ്ഡലം, പിന്നെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ തൃശ്ശൂരുമായിട്ട് ഓരോ സീറ്റുകൾ. ഈ സീറ്റുകളുടെ എണ്ണം സെൻട്രൽ ട്രാവൻകൂറിലും തൃശ്ശൂരിലും ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ സാഹചര്യം മറ്റേതാണെങ്കിൽ, അതായത് LDF-ന് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണെങ്കിൽ ലോജിക്കൽ വോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആകുമ്പോൾ ബി.ജെ.പിൻ്റെ വോട്ട് വളരെ കൃത്യമായിട്ട് ബി.ജെ.പി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പായിട്ട് മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ വോട്ട് ബി.ജെ.പിക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് ഞാനിപ്പോഴും കരുതുന്നത് തൃശ്ശൂരും സെൻട്രൽ ട്രാവൻകൂറാണ്. കാരണം 2014 ഇലക്ഷനിൽ 16 ഇലക്ഷനിൽ അന്ന് അവിടെ തൃശ്ശൂർ അവർക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തൃശ്ശൂർ 15% വോട്ട് കിട്ടിയ തൃശ്ശൂർ പോപ്പുലേഷൻ നിങ്ങൾ പകുതി ഹിന്ദു കൂട്ടിക്ക് 50%. ഇത് ഹിന്ദുക്കളെ വോട്ടേ അവർ കിട്ടിയില്ല, അതാണ് ഈ 17% എന്ന് പറയുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കുറച്ച് ക്രിസ്ത്യൻ വോട്ടെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമായിരുന്നു അന്ന് അത്രയും വോട്ടുകൾ കിട്ടുന്നത്. 2014 അല്ല, ഞാൻ പറഞ്ഞ ഇലക്ഷനിലാണ്, കഴിഞ്ഞ ഞാൻ 2016 ഇലക്ഷനാണ്. അന്ന് ബി.ജെ.പിക്ക് ലീഡ് കിട്ടിയില്ലല്ലോ ഒരു മണ്ഡലം. അല്ല, ലീഡ് കിട്ടണ്ട. തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ ലീഡ് കിട്ടിയിരുന്നു. അല്ല, തൃശ്ശൂർ മൊത്തം നോക്കുമ്പോൾ അവർക്ക് 16% വോട്ടെന്ന്. ഈ 16% ഹിന്ദുക്കളല്ലേ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ അന്ന സാഹചര്യത്തിൽ. ഇപ്പോഴല്ലേ ക്രിസ്ത്യാനിയൊക്കെ കുറച്ച് സ്നേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് അവിടെ കുറച്ചൊരു വോട്ട് ബാങ്ക് കിട്ടുന്നുള്ളൂ, സാധ്യതയാണ്. പിന്നെ സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹിന്ദുത്വ മനസ്സ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ സ്ത്രീയും ക്രിസ്ത്യാനികളുണ്ട്. ഇത് രണ്ടുമാണ് സത്യത്തിൽ കേരളത്തിൽ ഭാവിയിൽ ഇവരുടെ
വിധി നിർണ്ണയിക്കാൻ പോകുന്നു. പക്ഷേ നിയമമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. നിയമത്ത് ഡബിൾ ലോക്കിട്ട് പൂട്ടുമെന്നാണ് LDFന്റെ അവകാശവാദം. അതായത് കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല, അതിന് മുൻപ് തുറന്ന അക്കൗണ്ട് കഴിഞ്ഞ തവണ പൂട്ടിച്ചു. ഇത്തവണയും ആ രീതി ആയിരിക്കും, അത് കുറച്ചുകൂടി ശക്തമായിരിക്കും എന്നാണ്. പക്ഷേ താങ്കൾ പറയുന്ന പോലെ ഈ രണ്ടാമത്തെ സാധ്യതയുള്ള സമയത്താണെങ്കിൽ നിയമത്തെ BJPയുടെ സാധ്യതകൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നിയമത്തെ അവർക്ക് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. വാശിയോടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അയാളാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകാത്ത കുറേ തന്ത്രങ്ങളും കൊണ്ട് നമ്മളെ അവസാനം വരെ അയാൾ ഇരുട്ടിൽ നിർത്തി. തിരുവനന്തപുരം അടിച്ചെടുത്താണ്ടില്ലേ, അവസാനം ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷേ തിരുവനന്തപുരം അയാൾ അടിച്ചെടുത്തു. അങ്ങനെയുള്ള തന്ത്രമാണ് അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിയമത്ത് വളരെ നല്ല സാധ്യത ആ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്. പിന്നെ മുരളീധരൻ അല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. മുരളീധരൻ എന്ന് വെച്ചാൽ അന്ന് മുരളീധരൻ അച്ഛനൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഭാഗത്ത് അയാളുടെ അടുത്ത താമസം. ലീഡറിനോട് പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹം ശബരിനോട് കാണണമെന്നില്ല. കഴിഞ്ഞ തവണ 4000-അടുത്ത് വോട്ടുകൾക്കാണ് ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു LDF ശിവൻകുട്ടി എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ് അതിൻ്റെ പ്രശ്നം. അല്ല, ശിവൻകുട്ടി തൂണിയിൽ തുരുമ്പിലും പടച്ചോനുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ആ രാഷ്ട്രീയം നോക്കാതെ എത്തുന്ന ഒരാളാണ്. അതാണ് ഒരു ഫാക്ടർ. ഈ ശിവൻകുട്ടി അല്ല വേറെ വല്ല സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചേക്കാമായിരുന്നു. ശിവൻകുട്ടി മാത്രമാണ് ഈ പറയുന്നതിന് അതിൽ ഒരു ഫാക്ടറായി നിൽക്കുന്നത്. പക്ഷെ അവരവിടെ രണ്ടും കൽപ്പിച്ചു. RSSും BJP യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല സാധ്യതയാണ്. പക്ഷേ എതിർ സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം അവിടെ മൈനോറിറ്റി വോട്ടുകളും നിർണായകമാകും. അപ്പോൾ BJP ജയിക്കുവാൻ സാധ്യത എന്ന് കാണുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ എല്ലാ സമയത്തും. ഇപ്പം രാജേട്ടൻ മത്സരിച്ച സമയത്ത് അവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം വോട്ട് കാരക്കമണ്ഡപം ആ സൈഡിലൊക്കെ നല്ല മുസ്ലിം വോട്ടുള്ള ഏരിയ ഫിക്സഡ് ആണത്. അതൊരിക്കലും BJPക്ക് സമീപ ഭാവിയിലൊന്നും കിട്ടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അതിന് നാളെ കാര്യം സംസാരിച്ച കുറച്ച് ആളുകളൊക്കെ എന്നോട് വളരെ രാജീവിനെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു. എങ്കിൽ 10 വോട്ടെങ്കിലും കൂട്ടിക്കോ, അത് കൂടാനാണ് സാധ്യത. അപ്പോൾ മുമ്പ് ഈ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് അവർ ജയിച്ചത്. കഴിഞ്ഞ തവണ ഈ മുരളി പിടിച്ച കുറേ ഹിന്ദു വോട്ടുകളാണ് പ്രശ്നമായത്. ശബരി അത്രത്തോളം വോട്ട് പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്റ്റിൽ ശിവൻകുട്ടി ഈസ് എ ഫാക്ടർ. ശരി, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിയമമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിയമം ഷുവർ സീറ്റ് എന്ന രീതിയിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് BJPയുടെ പ്രചാരണം കേട്ടോ. കാരണം അത് നിയമത്തിനപ്പുറമേ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നുള്ളൂ. അല്ല, നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു 95% ഉറപ്പാണ്. കാര്യം ഈ 5% എപ്പോഴും നമ്മളതിൻ്റെ മാർജിൻ കൊടുക്കണമല്ലോ എന്നുള്ളതല്ലാതെ, അതായത് ഏറെക്കുറെ നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ BJP എന്തായാലും ലക്ഷ്യമിടുന്നത് BJP ഞാനൊരു റിയാലിറ്റി നിന്ന് വിലയിരുത്തുമ്പോൾ 5-നും 10-നും ഇടയ്ക്ക് സീറ്റുകളിൽ BJP വിജയിക്കാൻ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. അത് നിയമത്തിനപ്പുറത്തേക്ക്, നിയമം മാത്രമുള്ള ലക്ഷ്യമാക്കിയുള്ളതല്ലാതെ നിയമത്തിനപ്പുറത്തേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ആ ഒരു പറഞ്ഞില്ലേ, ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റുമായിട്ടാണ് BJP നിൽക്കുന്നത്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ പിന്നെ കേരള രാഷ്ട്രീയം പിന്നെ അതിന്റെ റൂട്ട് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. ഒരു സംശയം വേണ്ട. അത് കേരളത്തിൽ ഇതുവരെ എൻ്റെ ഓർമ്മയിലങ്ങ് ഹങ് അസംബ്ലി ഉണ്ടായിട്ടില്ല. പക്ഷെ അതിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. അങ്ങനെ പോയാൽ അത് നമുക്ക് വളരെ, എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കും മഞ്ജുഷേ. അല്ല, കഴിഞ്ഞ തവണ അങ്ങനെ ആവുമെന്ന് കരുതിയിരുന്നു, പക്ഷെ നിയമം പോലും കിട്ടിയില്ല. ഇല്ല, അല്ല, അത് പറഞ്ഞ കഴിഞ്ഞു, അതല്ല പറഞ്ഞ കാര്യം. ഇത്തവണ നിങ്ങൾ നോക്കൂ, പൊതുവെ BJP നേതൃത്വത്തിന്റെയും സംഘടനയുടെയും ഒക്കെയുള്ള ടോട്ടൽ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നോക്കൂ. വെറുതെ നിൽക്കുക, അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക, എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് വോട്ടുകൾ കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജയിക്കുക, അസംബ്ലിയിൽ ശക്തമായ രീതിയിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയുണ്ട്. അത് അവരുടെ ടോട്ടൽ അടിമുടി അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്കത് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ഇലക്ഷനിലും അത് തന്നെ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിലും അത് തന്നെയാണ് സംഭവിച്ചത്. നോക്കൂ, പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിയാലിറ്റി എന്താണ്? BJPയുടെ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു, 2-3% കുറഞ്ഞു. ചെറിയ കുറവല്ല അത്. പക്ഷേ തിരുവനന്തപുരത്ത് ജയിച്ചു. എന്താണ് അത് നൽകുന്നൊരു മെസ്സേജ്? എന്താണത്? അതായത് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ കൈവിട്ടുപോയ ഇടങ്ങൾ പലയിടവും ഉണ്ട്. അവിടെ കംപ്ലീറ്റ് എല്ലാ ഫോക്കസും കൊടുത്ത് അവിടെ വർക്ക് ചെയ്യുക, ജയിക്കുക. ടോട്ടൽ വോട്ട് എത്രയെന്ന് അതല്ല അവിടുത്തെ പ്രശ്നം. അതൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലങ്ങളിൽ
ശരിയായി ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് മറക്കും. അതല്ല അവിടുത്തെ വിഷയം. ആ ബേസ് അവിടെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഇവിടെ തന്നെ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എങ്കിലും കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ വിജയമാണ്. കേരളത്തിൽ ഇന്ന് 6 മുനിസിപ്പാലിറ്റി ഇല്ലേ മഞ്ജുഷേ? 6 ഈ 6 തിരുവനന്തപുരത്തെ അല്ലാത്ത വേറൊരു സ്ഥലത്തെ മേയറെയോ അവിടുത്തെ കാര്യങ്ങളെയോ ഒറ്റയടിക്ക് മഞ്ജുഷിന് പറയാൻ പറ്റുമോ? കേരളം ഇന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ BJPയുടെ വിജയവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും ആ കോർപ്പറേഷന്റെയും രാജേഷിന്റെയും ഒക്കെ പെർഫോമൻസും എല്ലാം. ഞങ്ങൾ വിജയിച്ചാൽ എങ്ങനെയുണ്ടാകും, BJP വിജയിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് തിരുവനന്തപുരം. അത് കാണിച്ച് അത് മുന്നിൽ നിർത്തിയാണ് ഇവിടെ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ വിജയം, അതേപോലെ കേന്ദ്രത്തിൽ BJP വിജയിച്ചതിന്റെയും അതിന്റെ ആ പെർഫോമൻസ് ഇവരുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു 100% ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനത്തോടു കൂടിയാണ് ജനങ്ങളെ BJP സമീപിക്കുന്നത്. അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ശരി, ശ്രീ എൻ ശ്രീകുമാർ, അതുകൊണ്ടാണോ ഈ CPM BJP ഡീലുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് വലിയ രീതിയിൽ അത് ഉറപ്പിച്ചു പറയുന്നത്? അതിലേക്കാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ പോകുന്നത്. VD സതീശനും KC വേണുഗോപാലും ഒക്കെ ശക്തമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. അത് പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡീലാണെങ്കിൽ വേറെ 10ഓളം മണ്ഡലങ്ങളിൽ അവിടെ CPMനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീലാണെന്നാണ്. പക്ഷേ ഇതൊരു എന്താണ്, ഒരു ഭയം കൊണ്ടുണ്ടായ ഒരു കാര്യം, ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ എന്ന രീതിയിലാണ് വരുന്നത്. നേരത്തെയും ഉണ്ടായിരുന്നു ഈ ഡീൽ ആരോപണമൊക്കെ. നോക്കൂ ശ്രീ മഞ്ജുഷ, ഇതില് ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം കേരളത്തിലൊരു UDFന്റെ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടെന്ന് പൊതുവെ ഒന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇവിടെ ഷാബു പ്രസാദ് ഒരു തൂക്ക് സഭ വരുമെന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ BJPയോടുള്ള താല്പര്യമായിരിക്കും. 1965 ഇതുപോലെ വന്നിട്ടുണ്ട്, ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു നിയമസഭ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് നമ്മള് ഓരോ മണ്ഡലത്തിലും ചില പ്രത്യേക സ്വഭാവമുണ്ട് മഞ്ജുഷേ. ഇപ്പൊ ഈ CPM BJP ഒരു ധാരണ എന്ന് പറയുന്നത് അത് ചില സാഹചര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ളതാണ്. അത് 2-3 കാര്യമായിട്ട് ഞാൻ പറയാം. ഒന്ന്, BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വിജയാന്തരീക്ഷവും വോട്ടന്തരീക്ഷവും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു വോട്ട് വിഹിതമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. കാരണം നരേന്ദ്രമോദിക്കുള്ള വോട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള വോട്ടും 2-2 മറിച്ച് നിയമസഭ എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റത്തിനുള്ള വോട്ടാണ്. അവിടെ BJP ഒരു വലിയ രാഷ്ട്രീയ ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപക്ഷെ BJP പോലും അത്രയും ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെ പല പ്രമുഖ നേതാക്കൾ ഇത്തവണ മത്സര രംഗത്ത് ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോ വരുമോന്ന് അറിയില്ല, കാരണം ഇനി സമയമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നിയമം മതിയോ എന്നൊരു ചോദ്യങ്ങൾ ഉന്നയിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് നിയമത്തെ BJP അവരുടെ ഒരു സുവർണാവസരമായിട്ട് കാണുന്നുണ്ട്, നിയമം ജയിക്കാമെന്ന്. കാരണം അവർക്ക് അവിടെ ഒരു രാഷ്ട്രീയ പിന്തുണ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ പെട്ടെന്ന് ജയിച്ചു കയറാമെന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നതിൽ അവർക്ക് ആ ഒരു ചിന്ത അവർ കൊണ്ടു നടക്കട്ടെ. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ നല്ലതാണ്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയമായ ഒരു സംസ്കാരത്തില് അവിടെ നിത്യജീവിതം ഒരു പ്രശ്നമല്ല. അതായത് ക്ഷേമ പെൻഷൻ, അതുപോലെ മറ്റുള്ള ദൈനംദിന ജീവിതത്തിലെ സാധാരണ ഒരു ശരാശരി മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല തിരുവനന്തപുരത്ത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ആ ഒരു രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ചിട്ട് അവിടുത്തെ വ്യക്തികളെയൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കാം. മറിച്ച് മറ്റുള്ള മണ്ഡലങ്ങളിലൊന്നും അങ്ങനെയല്ലല്ലോ. ഈ പിന്നാക്ക മണ്ഡലങ്ങളിലൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ, ജോലി ഇല്ലല്ലോ മഞ്ജുഷ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് PSC എഴുതാൻ പോലും പറ്റുന്നില്ല, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല. 2 കാര്യങ്ങളാണ് ഇത്തവണ മുഖ്യമായിട്ടും എന്റെ ചിന്തയെ തോന്നുന്നത്. ഒന്ന്, നമ്മുടെ ആശുപത്രികളിലെ ദുരന്തം. 2, ജീവൽ പ്രശ്നമായ തൊഴിലില്ലായ്മ. ഈ 2 കാര്യത്തില് വ്യക്തമായൊരു ജനവിധി എന്തായാലും ഇത്തവണ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു ഡീലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പാലക്കാട്ട് എങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് പാലക്കാട്ട് CPM 3-ാം സ്ഥാനത്താണ്. അപ്പൊ ആ 3-ാം സ്ഥാനത്ത് CPM വന്നപ്പോൾ കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് പോയ Dr. P. സരിനായിരുന്നു. അപ്പൊ ഇത്തവണ അദ്ദേഹത്തെ ഒന്നുകൂടി മത്സരിപ്പിക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അവർ മത്സരിപ്പിച്ചില്ല.
അത് പാർട്ടി സ്ഥാനാർത്ഥി വേണ്ട, പകരം അരിവാൾ ചുറ്റിയ നക്ഷത്രം കണ്ടാൽ ജനത്തിന് അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് സ്വതന്ത്ര ചിഹ്നം മതി എന്നവർ തീരുമാനിച്ചതാണ് അല്ല, കഴിഞ്ഞ തവണ സരിനെ മത്സരിച്ച സമയത്തും ഇതേ ആരോപണം വന്നിരുന്നതാണ്. അവിടെ ഒരു ഡീലാണ്, അവിടെ BJPക്ക് ജയിക്കാനുള്ള അവസരം CPM ഒരുക്കുകയാണെന്ന് കേട്ടോ. അങ്ങനെ ആ സമയത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു ആരോപണം. അല്ല, ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവിടെ അങ്ങനെ വന്നപ്പോൾ അന്ന് സരിൻ പരാജയപ്പെട്ടു 3-ാം സ്ഥാനത്ത് പോയി. പക്ഷെ സരിൻ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് LDF നേടിക്കൊടുത്തു, അത് മറക്കരുതല്ലോ. അല്ല, അത് ഉപതെരഞ്ഞെടുപ്പാണല്ലോ. അവിടെ ഇപ്പൊ UDF 3000-ൽ നിന്നും 18,000-ആയിട്ട് വർദ്ധിച്ചത്. നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കിട്ടുമെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ 14 വർഷമായിട്ട് ഈ രാഷ്ട്രീയം നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. അതാ ഉപതെരഞ്ഞെടുപ്പിലെ എല്ലാം കൂടെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ 4-5 മണ്ഡലങ്ങൾ 3-4 മണ്ഡലങ്ങൾ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുമ്പോൾ കിട്ടാവുന്ന ഒരു കേന്ദ്രീകൃത ഒരു സൂക്ഷ്മ നിരീക്ഷണം ഒരു 140 മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ ഉണ്ടാകില്ല. അതാണ് കോൺഗ്രസ് ഇത്തവണ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് അവിടെ സരിൻ തോറ്റു. പിന്നെ അവിടെ ഒരു AK ഷാനിബ് എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെ CPM-ലേക്ക് പോയിരുന്നു. അദ്ദേഹം പിന്നീട് പെട്ടെന്ന് തന്നെ DYFI സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. അദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ചു, ഷാനിബ്. പക്ഷെ ഷാനിബും സ്ഥാനാർത്ഥിയായില്ല. പിന്നെ അവിടെ ഉള്ളത് അവിടുത്തെ ഒരു ഹോട്ടൽ വ്യവസായി സ്ഥാനാർത്ഥിക്ക്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ പാർട്ടിക്കാരുമായിട്ടും ബന്ധമുണ്ട്, എനിക്ക് ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് CPM ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് ഒരു ചോദ്യം വന്നപ്പോൾ അവിടെ ഉയർന്ന ഒരു ചിന്തയാണത്. എന്താണ് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഉപേക്ഷിച്ചത് പാർട്ടി? അപ്പൊ അവിടെ ഒരു ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP കരുതുന്ന ശോഭാ സുരേന്ദ്രനെ കൊണ്ടു നിർത്തി. അപ്പൊ പിന്നെ കോൺഗ്രസിനൊരു വോട്ട് കുറയ്ക്കുക. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വിഷയമുണ്ട്, ഷാഫി പറമ്പിലിനോടുള്ള അരിശമുണ്ട്, അതുപോലെ VD സതീശൻ പാലക്കാട്ട് നേതൃത്വം കൊടുക്കുമ്പോൾ സതീശൻ വിരുദ്ധത CPM കൊണ്ടുനടന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് BJPക്കാണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു മേധാവിത്വം ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടൊരു CPM ഒരു തന്ത്രം കാണിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രനെ നിയമസഭയിൽ എത്തിക്കാൻ CPM ഇങ്ങനെ ഒരു അടവ് നയത്തിന് തയ്യാറാകുമോ? അല്ല, അത് പറയാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രനോട് CPM-ന് എന്താ ദേഷ്യമുള്ളത്? അല്ല, ഇവിടെ ലോക്സഭാ മഞ്ജുഷേ, നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഗോവിന്ദ മാഷിന്റെ ഒരു അറിഞ്ഞുകൊണ്ടുള്ള വിവാദ പ്രസ്താവന ഉണ്ടായല്ലോ. RSSന്റെ പിന്തുണ സ്വീകരിച്ചിരുന്നു. അതെന്താ കാരണമെന്ന്? അന്ന് നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി നിർത്തണോ നിർത്തണ്ടേന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് ആകെ ആശയക്കുഴപ്പത്തിലായ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഹിന്ദു വോട്ട് RSS BJP വോട്ട് കിട്ടുന്നത് പോന്നോട്ടെ, ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഗോവിന്ദ മാഷ് നടത്തിയ ഓർമ്മയില്ലേ? അത് വളരെ കൃത്യമായിട്ട് എന്റെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അവിടെ ഒരു സഹായം CPM ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഒരു 10 മണ്ഡലങ്ങൾ എന്ന് വെച്ചാൽ ഈ 10 മണ്ഡലങ്ങൾ ഏതാണെന്ന് അറിയാമോ? അതായത് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ തൃപ്പൂണിത്തുറ, അവിടെ BJPക്ക് ശക്തമായ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. തൃക്കാക്കര മേഖല, എറണാകുളത്തെ ചില മേഖലകളിൽ. അപ്പൊ 2020 ആണോ BJP ആണോ കൂടുതൽ ശക്തയായ ഒരു പ്രസ്ഥാനം എന്നൊരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ 2020-ക്കൊക്കെ സീറ്റ് കൊടുക്കുക, അതും കൃത്യമായി ആലോചിക്കുക പോലും ചെയ്ത വോട്ട് പോലും ഇല്ലാത്തവരെയൊക്കെ പിടിച്ചു നിർത്തി, അത് സിനിമാ താരങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി ഒരു ഗ്ലാമർ സാഹചര്യം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചൊരു അങ്ങനെയൊക്കെ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമോ? അതെനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിയമം അവർക്ക് ഒരു സീറ്റ് വേണം. അവർക്ക് എന്തായാലും കേരള ഭരണം കിട്ടൂല, കോൺഗ്രസ് അധികാരത്തിൽ വരാനും പാടില്ല. എങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് CPM തുടരുന്നതിന് അവർക്ക് എന്താ ബുദ്ധിമുട്ട്? കാരണം നരേന്ദ്രമോദിയായിട്ട് ഏറ്റവും നല്ല ബന്ധം സൃഷ്ടിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പുതിയ യാത്രയുടെ സമാപനത്തിൽ പ്രസംഗിച്ചതുപോലെ നരേന്ദ്രമോദി, അതുപോലെ ട്രംപും നരേന്ദ്രമോദിയുമായിട്ട് താരതമ്യപ്പെടുത്തിയ ശേഷം നരേന്ദ്രമോദി വിചാരിച്ചാൽ അവിടെ ഒപ്പിടുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞില്ലേ? അതാ PM ശ്രീ പദ്ധതി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അത് തെറ്റൊന്നുമല്ല. PM ശ്രീ പദ്ധതി നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുപോലെ മുമ്പ് നിയമത്ത് ജയിച്ച രാജഗോപാല്, അദ്ദേഹം നിയമസഭയിലെ സ്പീക്കർ ഇലക്ഷൻ വന്നപ്പോൾ അന്ന് CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. അത് നമുക്കറിയാമല്ലോ, ശ്രീരാമകൃഷ്ണനാണ് വോട്ട് ചെയ്തത്. അപ്പൊ അത് എന്നാ CPM എന്താ പറയട്ടെ, രാജഗോപാലിലോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല, രാമനും കൃഷ്ണനും ഉള്ള ഒരു രൂപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കവിതയൊക്കെ ഒരു സങ്കല്പമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് 2021 ഷാഫി പറമ്പിൽ ജയിക്കാൻ കാരണമായത് അവസാനം CPM വോട്ട് മറിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ശ്രീധരൻ ജയിച്ചേനെ. അല്ല, ഈ CPM വോട്ട് മറിച്ചുകൊണ്ടല്ല. അതായത് അവിടെ ഈ ശ്രീധരനെ ജയിക്കും എന്നുള്ള ഒരു ഘട്ടം ആദ്യം മുതൽ തന്നെ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു മതേതര പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ CPM-കാരുണ്ട്, BJP-യിലെ തന്നെ ഒരു വിഭാഗമുണ്ട്. അത് പാലക്കാട്ടെ BJP-യിലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ മഞ്ജുഷ, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞ അങ്ങനെ പ്രാദേശിക സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ശരി, ശ്രീ ഷാഹു പ്രസാദ്, എന്താണ് N. ശ്രീകുമാർ പറഞ്ഞതിൽ എന്താണ് താങ്കൾക്ക് എതിരഭിപ്രായമുള്ളത്?
അതായത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് CPM-ഉമായിട്ട് BJP-ക്ക് പാലക്കാട്ട് ഡീലുണ്ട് എന്ന് സംശയിക്കുന്നതിന്റെ കാരണം CPM അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതാണല്ലോ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ, ഈ പാലക്കാട്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അവിടെ ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ ഒരു ഹാസ്യ നടനെ, ഒരു കൊമേഡിയനെ അവിടെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്? അപ്പൊ ഇതേ ആരോപണം, അതായത് രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല ഇപ്പൊ അവിടെ പാലക്കാടുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. ഇവിടെ പാലക്കാട്ട് ഒരു ശക്തനായ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കോൺഗ്രസ് എന്തുകൊണ്ട് നിർത്തിയില്ല? അപ്പോൾ അത് കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീലാണ് എന്ന് CPM ആരോപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ ഇതേ ലോജിക്ക് വെച്ചതല്ലേ ശരി? അവിടെ എന്തുകൊണ്ട് പാലക്കാട് അത് സിറ്റിംഗ് സീറ്റിൽ എത്രയോ കാലമായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ, കഴിഞ്ഞ തവണ ബൈ ഇലക്ഷന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സിറ്റിംഗ് സീറ്റിൽ, സാക്ഷാൽ E. ശ്രീധരനെ തോൽപ്പിച്ച സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിന് ശക്തനായ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാം. താങ്കൾ ഈ പറഞ്ഞ പോലെ ഇവിടെ NMR എന്താണ് റഫീഖോ, അദ്ദേഹത്തിനെ അതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോ ഇതിനാണ് പ്രസക്തിയുള്ളത്. പിന്നെ വേറൊന്ന്, ഈ സിനിമാ നടന്മാരെ നിർത്തി ഇതാക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ രമേശ് പിഷാരടി ആരാണെന്നേ? പാലക്കാട്, അതായത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള പാലക്കാട് നിങ്ങൾ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ഒരു സിനിമാ നടനെയാണ്, ഒരു കൊമേഡിയനെയാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഓരോന്ന് പറയുമ്പോ ഓക്കെ, താങ്കൾ കോൺഗ്രസിന്റെ സഹയാത്രികനാണ്, കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നത് ഒരു വളരെ കൃത്യമായ രീതിയിൽ വളരെ ഷാർപ്പായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ശരി, ഞാൻ ശ്രീകുമാറിലേക്ക് പറയാം. അതിനുമുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ പാലക്കാട് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന് അഡ്വാൻറ്റേജ് ഉണ്ടോ? ശോഭാ സുരേന്ദ്രൻ പിന്നെ അവിടെ നേരത്തെ വോട്ട് കൂട്ടിയ ഒരാൾ കൂടിയാണ്. അതിനുശേഷം E. ശ്രീധരൻ അതിനേക്കാൾ വോട്ട് കൂട്ടി. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് BJP-യുടെ വോട്ട് കുറഞ്ഞു. പക്ഷേ BJP-ക്ക് ബേസ് ഉള്ള സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ നിയമം കഴിഞ്ഞാൽ താങ്കൾ കാണുന്നത് പാലക്കാടിനെയാണോ ഇപ്പോൾ? നിയമം കഴിഞ്ഞാൽ പാലക്കാടിനാണ്. കാരണം ശോഭ ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്ന രീതിയിൽ ഓൾ കേരള അറിയപ്പെടുന്ന അപൂർവം ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഷീസ് എ പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനം റെക്കഗ്നൈസ് ചെയ്യുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല പാർട്ടിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പല സ്ഥലത്ത് പോയാൽ അവർ വോട്ട് കൂട്ടാനും അത് കാരണമാണ്. പിന്നെ അവർ ജയിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു നേതാവാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജ് ഓൾറെഡി അവർക്കുണ്ട്. പക്ഷേ ഞാനത് വിചാരിച്ച് പിഷാരടിയെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഹീസ് എ ജീനിയസ്. പിഷാരടി ഒരു ജീനിയസ് ആണ്. പല കാരണങ്ങൾ ഞാൻ പറയാം. അയാൾ നല്ല ആക്ടറാണ്, മിമിക്രിക്കാരനാണ്, അയാൾ നല്ലൊരു സംവിധായകനാണ്. സിനിമയുടെ എല്ലാ മേഖല മാത്രമല്ല, അയാളുടെ അഭിപ്രായങ്ങൾ അയാൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. അപ്പം ഒരു സിനിമക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ സിനിമക്കാരൻ മാത്രമല്ല, പിഷാരടി വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. പക്ഷേ പിഷാരടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക മറ്റൊരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കോമഡികൾ വടായി ബംഗ്ലാവാണ് ബേസിക്കലി വരിക. അപ്പോൾ ശോഭയെ ഇദ്ദേഹം വെച്ചും പെട്ടെന്ന് ഒരു ആക്സെപ്റ്റൻസ് ആസ് എ പൊളിറ്റീഷ്യൻ ശോഭയ്ക്കാണ് കിട്ടുക. പക്ഷേ പിഷാരടി മോശക്കാരനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ എഡ്ജ് കൂടി പിഷാരടിക്കുണ്ട്, അത് സത്യമാണ്. അത് മാത്രമല്ല, അവിടെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുമുണ്ട്. ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചത് എന്നായിരുന്നുവല്ലോ. ആ ഒരു സീൻ ഇപ്പോഴും കാണുന്നുണ്ടോ ഇല്ലയോ? അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാതെ പാലക്കാട് ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരുള്ള സ്ഥലമാണ്. പക്ഷേ പലപ്പോഴും പാലക്കാട് മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാരെന്ന് മത്സരിച്ച് മികച്ച പഠനം കാഴ്ചവെക്കാറുണ്ട്. ആ ഒന്നും എത്താതെ കോൺഗ്രസിൽ നിന്ന് മരിച്ചു പോയ കോൺഗ്രസിൻ്റെ റിയൽ ഫൈറ്റർ ഉണ്ടായി സതീശ പാച്ചേനി. അദ്ദേഹം ഒന്നും ആയിട്ടില്ല, പക്ഷേ അദ്ദേഹം മുമ്പ് അവിടെ ജയിക്കേണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഉള്ളിൽ തന്നെ പറഞ്ഞു കേട്ടത് ഇപ്പം നിങ്ങൾ വലിയ മഹാമാരി എന്ന് പറഞ്ഞ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ വലിച്ചതാണ്. അല്ല, അപ്പോൾ ആ മനുഷ്യനെ ജയിച്ച ഒരു MP ആയിരുന്നു. ഇപ്പോൾ ജീവിച്ചെടുക്കാം. MP ഒക്കെ ആയി കിട്ടിയ സൗകര്യങ്ങളൊക്കെ, നല്ല ചികിത്സയൊക്കെ കിട്ടിയത് ആ മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പല സ്ഥലത്തുനിന്ന് പോയ ആളുകളെ ജയിപ്പിച്ച് വിട്ട ഒരു ചരിത്രം ഈ പാലക്കാടിനുണ്ട്. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഹീസ് ഫ്രം പത്തനംതിട്ട, ഇദ്ദേഹമാണ് ഞാൻ കോട്ടയം തോന്നുന്നു പിഷാരടി. അപ്പോൾ അവരുടെ ഒരു കോസ്മോപൊളിറ്റൻ മനസ്സാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഒരു അവിടെ ഞാനവിടെ സ്ഥാനാർത്ഥികൾ CPM-ൻ്റെ സ്ഥാനാർത്ഥി അത്ര പവർഫുള്ളാണെന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ശോഭയാണെങ്കിലും പിഷാരടി ആണെങ്കിലും നല്ല പവർഫുള്ളായ കാൻഡിഡേറ്റാണ്. എളുപ്പമൊന്നും ആർക്കും കടന്നു കയറാനും പറ്റില്ല. അല്ല, ഈ CPM മനഃപൂർവ്വം ഈ BJP ജയിച്ചോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഒരു ഡീലിൻ്റെ ഭാഗമായിട്ട് അത് നേരിട്ടുള്ള ഡീല്
എന്ന് കോൺഗ്രസ് ആരോപിക്കും. പക്ഷേ ജയിച്ചോട്ടെ എന്നുള്ള മൗന സമ്മതത്തോടു കൂടി തന്നെ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ്. വരും ദിവസങ്ങളിൽ ഈ ആരോപണത്തിന് കട്ടി കൂടുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അത് നമുക്കറിയില്ല അങ്ങനെ ഡീൽ ഉണ്ടോ. ഇനി ഇൻ കേസ് ഡീൽ ഉണ്ടായാൽ എന്താണ് പ്രശ്നം, നിങ്ങളൊന്ന് പറ. ഈ പറയുന്ന RSS BJP-ക്കാരോട് നമ്മുടെ ലീഡർ തന്നെ വോട്ട് വാങ്ങിയെന്നല്ലേ ഇവരെ നേതാവ് നമ്മളെ മാരാജി മറ്റേ ആത്മകഥയിൽ എഴുതി വെച്ചത്. അല്ലെങ്കിൽ അതൊരു നാടൻ പാട്ട് പോലെ നമ്മുടെ നാട്ടിലുള്ളതാണ്, രാഷ്ട്രീയക്കാർ പരസ്പരം പറയുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ഈ RSS BJP എന്ന മുസ്ലിങ്ങളൊക്കെ ഭയങ്കര ശത്രുക്കളെ കാണുന്ന ഈ പറയുന്ന മറ്റേ കാലഘട്ടമാണ്. ഏത് കാലഘട്ടം? ബാബറി ബഷീർ പ്രക്ഷോഭമൊക്കെ ബോംബെ കലാപമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ആണെങ്കിൽ അവരിപ്പോൾ നിലപാടൊക്കെ മാറ്റി മുസ്ലിങ്ങളൊക്കെ ഉരുജി വന്ന രണ്ടാമത്തെ ലൈൻ പിടിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളാണ്, നമുക്കെല്ലാം ഒരുമിച്ച് പോകണമെന്നുള്ള ലൈൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവർ അത്ര വിഷമല്ല, ഇവർ വിഷമാണ്, അതുകൊണ്ട് അവരെ വോട്ട് പിടിക്കില്ലെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത്രത്തോളം വിഷമല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം? ഇനി സെക്യുലർ എന്ന് പറയുന്നു, ഇവിടെ ആരാ പൂർണ്ണമായും സെക്യുലറായി നിന്നിട്ടുള്ളത്? അതിനെക്കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്ന എനിക്ക് എല്ലാവർക്കും നല്ലത്. അപ്പോൾ പാലക്കാട് താങ്കൾ കാണുന്നത് ശോഭയുടെ ഒരു വിജയമാണ് അല്ലേ ഇപ്പോൾ? അല്ല, അവർക്ക് നല്ല സാധ്യതയുണ്ട് അവിടെ. BJP-ക്കാർ ഉള്ളിൽ നിന്ന് പണിഞ്ഞിട്ടില്ലെങ്കിൽ നല്ലൊരു ഫൈറ്റ് നടക്കാൻ ശോഭയ്ക്ക് നല്ല സാധ്യതയുണ്ട്. അല്ല, ശോഭേൻ്റെ ഒരു കാര്യം, ശോഭ ചിലർ ജയിച്ച് കാണണമെന്ന് മലയാളികൾ ആഗ്രഹിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ശോഭ. പിന്നെ അവരെന്തുകൊണ്ട് ജയിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ, വീട്ടിലുള്ളവരെ പണിഞ്ഞാൽ. അല്ല, അത് മാത്രമല്ല, അവർ ഓടി നടന്ന് മത്സരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു കാരണം. കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു, പാലക്കാട് ഇടയ്ക്ക് പോയി മത്സരിക്കുന്നു, പിന്നെ ഇപ്പോൾ പാലക്കാട്ടേക്ക് തിരിച്ചു വരുന്നു. അവരെ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി അവിടെ ഉണ്ടല്ലോ അല്ലേ? അത് അതിൻ്റെ ഗുണമെന്ന് BJP-ക്ക് അവരെ കണ്ട് ഗുണമാണ്. അവരെവിടെ പോയാലും വോട്ട് കൂട്ടും, പിന്നെ അവിടെ ആരെങ്കിലും വരും. അവർക്ക് അതുകൊണ്ട് ഗുണമില്ല. ഇനിയിപ്പോൾ അവരെ ഇപ്പോൾ നല്ല കാലഘട്ടം നിങ്ങൾ നോക്കുക, അവർ ഇലക്ഷനൊക്കെ BJP-കാരാണ് ഈ ഒടുക്കത്തെ പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച ആളുകളാണ്. അവർ നല്ല കാലഘട്ടം ഒരു 10 വർഷം അവർ സജീവമായി നിൽക്കുമെന്ന് വിചാരിക്കുക. പിന്നെ മനുഷ്യനല്ലേ, പ്രായമാവും. ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഈ മത്സരിക്കാൻ പറ്റാത്ത പ്രായപരിധിൻ്റെ ഉള്ളിലേക്ക് അവർ വരിക. അപ്പം BJP-ക്ക് ഇത്രയും കാലം അവരെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇത് തിരിച്ച് ആ പാവത്തിനെന്താ ഗുണം കിട്ടട്ടെ. ശരി, ശ്രീകുമാർ, അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ അതിന് പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള സാഹചര്യം ഉണ്ടാകാതെ പോയത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയും കാരണമാണ്. പക്ഷേ റിയൽ ഫൈറ്റർ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഈ രണ്ടുപേരുടെയും വാദഗതി അങ്ങനെയാണ്. അല്ല, നോക്കൂ മഞ്ജുഷേ, ഈ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് പാലക്കാട് നടക്കുന്നത്. കാരണം എന്താ അറിയോ, UDF-ന്റെയും LDF-ന്റെയും നിലപാടുകളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക. പാലക്കാട് നല്ല കേരളത്തില് UDF-ന്റെ നിലപാട്, LDF-ന്റെ നിലപാട്, NDA-യുടെ നിലപാട്, 3 നിലപാടാണ്. അതിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പം LDF UDF നിലപാടുകളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. അപ്പൊ അവിടെ 2 ചിഹ്നങ്ങളാണ്, ഒന്ന് UDF-ന്റെ ചിഹ്നം, ഒന്ന് LDF-ന്റെ ചിഹ്നം. പാലക്കാട് LDF-ന്റെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമോ അരിവാൾ നെൽക്കതിരോ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളുടെ ചിഹ്നവുമാണ്. പക്ഷെ അവിടെ ഒരു CPM സ്വതന്ത്രൻ അല്ല, ഒരു LDF സ്വതന്ത്രൻ ആയിട്ട് ഒരാൾ മത്സരിക്കുന്നു. അദ്ദേഹം ദുർബലനായ സ്ഥാനാർത്ഥി എന്നൊന്നും ഞാൻ പറയാറില്ല, അത് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കാം. സ്ഥാനാർത്ഥികളെ ദുർബലം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ദുർബലമായ സമീപനമാണ് എടുക്കുക ആളുകള്. സ്ഥാനാർത്ഥി ഇപ്പൊ എന്താണ്, എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടേതായ രീതിയിൽ നല്ല കരുത്തന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ദൗർബല്യം കാണുന്നത് എന്താ വെച്ചാൽ രാഷ്ട്രീയമായ ദൗർബല്യമാണ്, അല്ലാണ്ട് വ്യക്തികളല്ലല്ലോ. അവിടെ ശ്രീമതി ശോഭയാണെങ്കിലും അതുപോലെ പിഷാരടി ചലച്ചിത്ര നടനായ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അത് ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നമ്മുടെ സുരേഷ് ഗോപി എങ്ങനെയാണ്? സുരേഷ് ഗോപി നടനായിട്ട് കാണാൻ പറ്റുമോ? അദ്ദേഹത്തെ നടനായിട്ട് കണ്ടുകൊണ്ട് തൃശ്ശൂർ ജയിച്ചു. പക്ഷെ അദ്ദേഹം BJP-യിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ശ്രീ സുരേഷ് ഗോപി. ഇവിടെ NDA-യുടെ 3 നിയമസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞത് അവര് ചലച്ചിത്ര രംഗത്തുള്ള 3 ചലച്ചിത്ര താരങ്ങൾ, സിനിമാ നടികള്, അവര് രാഷ്ട്രീയത്തിലൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അവർക്ക് വോട്ടുണ്ടോന്ന് പോലും നോക്കിയില്ല മുന്നണി. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. വോട്ടില്ലാത്തതുകൊണ്ട് മാറ്റേണ്ടി വന്നില്ലേ? അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും പിഷാരടി ആണെങ്കിലും ഒക്കെ അവര് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളപ്പോ മുകേഷ് നമ്മൾ പറയാൻ പറ്റില്ലേ, നടൻ മുരളി ആലപ്പുഴ മത്സരിച്ച ഒരാളല്ലേ. അപ്പൊ താരങ്ങളല്ല, താരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശത്രുഘ്ന സിൻഹയില്ലേ, മേലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാല് ശത്രുഘ്ന സിൻഹയെ പോയിട്ട് പറഞ്ഞുകൂടെ? ഒരു കാലത്ത് നമ്മള് പ്രേം നസീറിനെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയില്ലേ? ഇപ്പൊ ട്രിവാൻഡ്രത്ത് കരമന മകൻ മത്സരിക്കുന്നില്ലേ? അപ്പൊ അതിന് രാഷ്ട്രീയമുള്ള ചലച്ചിത്ര താരങ്ങളുണ്ട്, അത് വെറുതെ ചലച്ചിത്ര താരങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ 2 കാര്യം നമ്മളിപ്പോ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ പാലക്കാട് ഡീൽ എന്ന് പറയുന്ന മഞ്ജുഷേ, അതിലൊരു രാഷ്ട്രീയ യുക്തിയുണ്ട്. എന്താണ് ആ രാഷ്ട്രീയ യുക്തി എന്ന് വെച്ചാല്, മതേതര വോട്ടുകൾ ചിതറി പോകാൻ പാടില്ല എന്ന് വെച്ചാൽ പാലക്കാട് 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിക്കുകയും അതിനു മുമ്പ് BJP സ്ഥാനാർത്ഥി പ്രഗത്ഭനായ ശ്രീധരൻ സാറ് തോൽക്കുകയും ചെയ്തൊരു മണ്ഡലം. അവിടെ ഇത്തവണ BJP വോട്ട് മതേതര വോട്ട് ചിതറിച്ചിട്ട് UDF-ന്റെ ഒരു സീറ്റ് കളയാൻ ശ്രമിക്കുക, അതാണ് ഈ ഡീൽ എന്ന് പറയാം. അല്ലാണ്ട് 2 പേര് അപ്പുറം ഇപ്പുറം ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് എന്നിട്ട് ഒപ്പിടുന്നതല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനൊരു കാര്യം ഉണ്ട്
എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഡീൽ എന്ന് അല്ല, ഈ പറയുന്നത്. മതേതര അത് വോട്ടുകൾ അത് ചിതറുമെന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് പറയാം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അതായത് മതേതര വോട്ടുകൾ ചിതറിപ്പോകും എന്ന സംശയം വരാൻ കാരണം കേരളത്തിലെ UDF അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് LDF-ന് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം. ഒന്നാമത്തെ രാഷ്ട്രീയ ശത്രു. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന മറ്റൊരു മുന്നണി NDA-യുടെ BJP-യുടെ നേതൃത്വത്തിൽ NDA മുന്നണി. അപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത രണ്ട് മുന്നണിയും കോൺഗ്രസ് എന്ന ഒരു മുന്നണിയും തമ്മിലുള്ള ത്രികോണ മത്സരം. അപ്പൊ അതിലെന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ? അപ്പൊ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് വരാതിരിക്കുക എന്ന് പറയുമ്പോൾ BJP നേതാക്കളും CPM നേതാക്കളും തമ്മിലുള്ള ഒരു സൗഹാർദ്ദ ബന്ധമുണ്ട്. ആ സൗഹാർദ്ദ ബന്ധം എപ്പോ തുടങ്ങിയെന്ന് അറിയാമോ? പ്രകാശ് ജാവേദ് വന്നിട്ട് നമ്മുടെ മറ്റേ EP ജയരാജനെ കണ്ടിട്ട് പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ തിരിച്ചും പറയാമല്ലോ. ഇപ്പോൾ കോൺഗ്രസിന് ശക്തിയില്ലാത്ത ഒരു മണ്ഡലം, അവിടെ CPM-ഉം LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമുള്ളതെങ്കിൽ അവിടെ ആദ്യം LDF തോക്കട്ടെ എന്നല്ലേ UDF വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ആ വോട്ടുകൾ BJP-യിലേക്ക് കൊടുക്കുമോ? UDF അവിടെ BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വെച്ച് ഇത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു പല്ലവി മാത്രമായി മാറുകയാണ്. അത് ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു കോമാളിത്തരമായിട്ടേ തോന്നുകയുള്ളൂ. അല്ല മഞ്ജുഷേ, അത് അല്ല, അങ്ങനെ അല്ലല്ലോ. അങ്ങനെ നമ്മള് ചില രാഷ്ട്രീയ സമീപനങ്ങൾ വെച്ചുകൊണ്ടല്ലേ ഇതെല്ലാം പറയുന്നത്. ഇപ്പൊ RSSന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, പണ്ട് ഞങ്ങൾ RSSുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിരുന്നു എന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ മധ്യഘട്ടത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വെറുതെ ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യത്തിന് ഉത്തരമല്ലാണ്ട് വെറുതെ ഓർമ്മപ്പെടുത്തുന്നത്. അതെന്തിനാണത്? അങ്ങനെയാണെങ്കിൽ RSSന്റെ വോട്ടുകൾ നിങ്ങൾ വേണ്ടെന്ന് പറയുമോ എന്നുള്ള ചോദ്യം കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനോട് ചോദിച്ചാൽ ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല, അങ്ങനെ അവരും പറയുകയുള്ളൂ. അല്ല, ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല. അല്ല, ഇതല്ല, ഇതൊരു ചരിത്രം ഓർമ്മിപ്പിക്കുകയാണല്ലോ. ഇപ്പൊ BJP-യുമായിട്ട് ഒരു കാലത്തും കോൺഗ്രസ് ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് ജനസംഘമായിരുന്ന കാലത്ത് തൊട്ട് ഇങ്ങോട്ടുള്ള CPM-ന്റെ നേതാക്കളുടെ ബന്ധമുണ്ട്. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫക്രുദ്ദീനൊക്കെ അറിയാമല്ലോ, ഷാബുവിനും അറിയാം. അവിടെ അദ്വാനിയൊക്കെ വന്ന് ടി ശിവദാസന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചത് അതൊക്കെ പഴങ്കഥകളാ. ഇപ്പൊ കോലി പീസൊക്കെ എന്ന് പറയുന്നില്ല, അതൊക്കെ അതൊക്കെ അതിന് പഴങ്കഥകളായിട്ട് പോയി കഴിഞ്ഞു. ഇതൊരു അല്ല, ഇവിടെ പുതിയ രാഷ്ട്രീയമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ മതേതര വോട്ടുകൾ എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് കുറെ പറയിപ്പിക്കരുത് എന്ന്. ഇവിടെ ശ്രീ N. ശ്രീകുമാർ അത് പറയുകയാണ്, മതേതര വോട്ടുകൾ ചിതറിപ്പോകും പാലക്കാട് CPM-ന്റെ സമീപനം കൊണ്ടെന്ന്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഈ മതേതര വോട്ട് എന്നൊക്കെ പറയുന്നത് വെറും ഹിപ്പോക്രസിയാണ്. സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞില്ലേ, PDP ആയിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, രണ്ടു കൂട്ടരും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. SDP-യുടെ വോട്ട് മേടിച്ചിട്ട് നിങ്ങളോട് എന്നുള്ള ചർച്ചയിൽ കഴിഞ്ഞ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഇല്ലേ നേരിട്ടുള്ള സഖ്യമല്ലെങ്കിലും സഖ്യമില്ലാതില്ലല്ലോ. ഇതിന്റെ കാര്യത്തിലല്ലേ ഈ മതേതരത്വം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പറയുന്നത് വെച്ചാൽ പ്രവൃത്തിയിലൊരു കാര്യം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോൺഗ്രസിനെ കൂടുതലാക്കുന്നില്ലേ, എൻ്റെ ഉമ്മാണ്ട് എനിക്ക് തന്നെ ഈത്തേക്കാണ്, ഉമ്മ ഭയങ്കര കോൺഗ്രസ്സുകാരല്ലേ. അത് ഇങ്ങ് ചൊറഞ്ഞാൽ ഞാൻ പറയാം, ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി ഇത്രയും കഷ്ടമാകാൻ കാരണം എന്താ? അവിടെ പ്രോപ്പർ മതേതരത്വം വർക്ക് ചെയ്തിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താ മോശമായി പോകുക? അപ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മതേതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ CPM-ന്റെ വാദം. അവർ കോൺഗ്രസ് തിരിച്ചു പറയുന്നത് CPM അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട്, NMR റസാഖിനെ നിർത്തിയത് കൊണ്ട് ഈ ഒരു വശത്തേക്ക് കേന്ദ്രീകരിക്കേണ്ട വോട്ടുകൾ BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അത് ഛിന്ന ഭിന്നമായി പോകും. അല്ല, അങ്ങനെയൊന്നല്ല ആളുകൾ. ഞാൻ പറഞ്ഞത് പലപ്പോഴും LDF മലബാറിൽ ചില സമയങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. ആ സമയത്ത് ഈ മുസ്ലിങ്ങൾ തന്നെയാണ് പോയിട്ട് ആർക്ക് എതിരും ഓപ്പോസിറ്റ് കോൺഗ്രസിന് കുത്തി കൊടുത്തത്. രാഘവേട്ടനൊക്കെ വിജയത്തിൽ അങ്ങനെ വലിയൊരു പങ്കുണ്ടായിരുന്നു. മദിനിയായിട്ട് അന്ന് വേദി പങ്കിട്ടൊക്കെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വം, ചിലർ മതേതരത്വം എഴുതി വെക്കും, പക്ഷേ പ്രാക്ടീസൊക്കെ കണക്കായിരിക്കും. ചിലർ ആ രീതി മതേതരത്വം എന്ന് പറയില്ല, അവർക്ക് വേറെ വിഷയം ഉണ്ടാവും. ഇത്തരം മതേതരത്വവാദങ്ങളെ അവർ വിമർശിക്കും. അവർ ഓപ്പണായിട്ട് ഈ അവർ പറയുന്ന കാര്യങ്ങൾ പിന്നാലെ പോകും. അപ്പോൾ ഇൻ റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ മതേതരത്വം എന്ന ലിപ് സർവീസ് മാത്രമാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ലിപ് സർവീസ് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള മതേതരത്വം ആണെങ്കിലും അത് BJP-ക്കാരാണ് ഇപ്പം പറയുന്നത് കൂടുതൽ. സൂഡോ സെക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനതിനെ എതിർക്കുന്നില്ല. കാരണം പലരുടെയും ഇൻ ആക്ഷനിൽ നമ്മൾ കാണുന്നതാണ്. ഇലക്ഷൻ അവസാനം എത്ര സീറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ പോയി ഒന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കാണും, അല്ല RSSകാരനെ കാണും. ഇപ്പോൾ പുറത്ത് തന്നെ അവരെ കുറ്റം പറയുകയും ചെയ്യും. ഇനി ഹിന്ദുക്കളിലെ അത്യാവശ്യം മതം പറയുന്ന ആളുകൾ ഭയങ്കര വർഗീയവാദികളാകും, മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്രമായിട്ട് മതം പറയുന്ന ആളുകൾ ചില ഘട്ടങ്ങൾ ഭയങ്കര സെക്കുലറാകും. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല, ഇത്രയും ഹിപ്പോക്രസി കൂട്ടുകാർ. ശ്രീ N. ശ്രീകുമാർ അതിനുള്ള മറുപടി. അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായ ബന്ധമാണ് ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത്ര വലിയ വോട്ടുകൾ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാലും വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാണല്ലോ ഈ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ഇടയാവുന്നത്. പാലക്കാട് മാത്രമല്ല, മഞ്ചേശ്വരവും പ്രധാനമായ ഒരു മണ്ഡലമാണ്. 855 വോട്ടുകളുടെ ഡിഫറൻസാണ് കഴിഞ്ഞ തവണ BJP-യും UDF-ഉം തമ്മിൽ ഉണ്ടായിരുന്നത്. അതേ K. സുരേന്ദ്രൻ ഇത്തവണ അവിടെ നിൽക്കുകയാണ്. BJP ലക്ഷ്യമിടുന്ന മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്.
അല്ല, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതും നേമത്ത് മത്സരിക്കുന്നതും വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതും ഒക്കെ നല്ല രാഷ്ട്രീയ ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരമാണ്. അതവിടെ നടക്കട്ടെ. കാരണം ജനങ്ങളെ ഒരു 10 വർഷം അധികാരത്തിലിരുന്നവർ ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ ആ വോട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒന്നാമത്തെ പ്രാമുഖ്യമുള്ള ഒരു വിഷയം. അത് ഒന്നാമത്തെ പ്രാമുഖ്യം അതാ. 10 വർഷം അധികാരത്തിലിരുന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? LDFന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താണ്? അവരുടേതായ ഒരു നേട്ടം പറയൂ. വിഴിഞ്ഞം പറയും, അല്ലെങ്കിൽ മെട്രോ പറയും. ഇതൊക്കെ ആരാ കൊണ്ടുവന്നൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. അത് നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇന്നത് കൊണ്ടുവന്നു എന്നവർക്ക് ഇന്നേ വരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പാടെ ഇപ്പൊ അവർ പറയുന്നത് എന്താ? പവർ കട്ട് ഉണ്ടോ? എന്റെ മഞ്ജുഷെ, ഈ കൂടംകുളം പദ്ധതിയെ കുറിച്ച് അറിയാവുന്നവരെ ഇവിടെ ഈ ഇരിക്കുന്ന നമുക്ക് 4 പേർക്കും അറിയാമല്ലോ. കൂടംകുളം പദ്ധതിയെ കുറിച്ച് അറിയാവുന്നവർക്ക് 12,000 മെഗാവാട്ട് പദ്ധതി ഉത്പാദിപ്പിക്കുന്ന ഒരു താപനിലയത്തിൽ നിന്നും 266 300 വോട്ട് മെഗാവാട്ട് വൈദ്യുതി കേരളത്തിലേക്ക് എന്റെ നാട്ടിൽ കൂടെ പോന്നെ നമ്മുടെ നമ്മൾ വികസന കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. മഞ്ചേശ്വരം BJP ലക്ഷ്യപ്പെടുന്ന മറ്റൊരു മണ്ഡലമാണ്. അവിടെ AKM അഷ്റഫിന് അടുത്ത ഒരു തവണ കൂടി അവസരം നൽകുവാൻ മഞ്ചേശ്വരത്തെ ജനങ്ങൾ തയ്യാറാകുമോ? അവിടെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. 855 വോട്ടുകളുടെ ഡിഫറൻസ് ആണ് പ്രധാനം. അതുമാത്രമല്ല, SIR വന്നതിന് ശേഷമുള്ള ഒരു വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ 89 വോട്ടുകൾക്ക് സുരേന്ദ്രൻ തോറ്റ ആ തവണ അവിടെ ഈ കള്ളവോട്ടുകളുടെ കാര്യം ഇല്ലേ, അത് ആള് മാറി വോട്ട് ചെയ്യുന്ന കാര്യം അത് കോടതി വരെ എത്തിയതാണ്. പിന്നീട് സുരേന്ദ്രൻ ആ കേസ് പിൻവലിച്ചു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഏതാണ്ട് സമാനമായ സാഹചര്യം ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് മാറ്റി നിർത്താം, അത് BJP മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുകയായിരുന്നു അവിടെ. പക്ഷേ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും നിസാര വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് മഞ്ചേശ്വരത്തിന്. എനിക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഈ നിയമത്തിന് 1-ാം സ്ഥാനം നൽകുന്നത് എന്തിനാണെന്നാണ്. മഞ്ചേശ്വരത്തിനല്ലേ യഥാർത്ഥത്തിൽ 1-ാം സ്ഥാനം നൽകേണ്ടത് BJP? എന്നോടാണോ? അതെ. ഞാൻ അതിലേക്ക് വരാം. മഞ്ജുഷ, എനിക്ക് ശ്രീകുമാർ സാറിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് പ്രതികരിച്ചോട്ടെ. കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞ പലതും അദ്ദേഹം മറന്നുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് തോന്നുന്നു. കാര്യം സുരേഷ് ഗോപി ഇവിടെ ജയിച്ചപ്പോ, തൃശ്ശൂര് ജയിച്ചപ്പോ ആ പങ്കെടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ വോട്ടല്ല, സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. ആ സിനിമാ നടന് കിട്ടിയ വോട്ടുകൾ കൊണ്ടാണത്, അല്ലാതെ BJPക്ക് കിട്ടിയ വോട്ടൊന്നും അല്ലാതെ. ഇത് അദ്ദേഹത്തിന്റെ ഉറച്ച സ്റ്റാൻഡായിരുന്നു, ഉറച്ച നിലപാടായിരുന്നു. അതേ അദ്ദേഹം ഇപ്പം പിഷാരടിയുടെ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി കണ്ടില്ലേ, അദ്ദേഹം എത്രയോ കാലമായി BJP പ്രവർത്തിക്കുന്നു. അവിടെ 2 മുന്നണികൾക്ക് ഇത് അവിടെ രമേശ് പിഷാരടി എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കൈപ്പത്തി ചിഹ്നത്തിൽ പിഷാരടി മത്സരിക്കുന്നു, താമര ചിഹ്നത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അപ്പോൾ അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ട് തന്നെയാണ്. ഇതേ ശ്രീകുമാർ സാറാണ് ഈ BJP താമര ചിഹ്നത്തിൽ തൃശ്ശൂര് മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം മത്സരിച്ച് തോറ്റ് വീണ്ടും മത്സരിച്ച് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പറഞ്ഞത് ഇത് BJPയുടെ വോട്ടല്ല, അത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ വോട്ടാണ്, അത് സിനിമാ നടന്റെ ഗ്ലാമറിന് കിട്ടിയ വോട്ടാണ്. സാർ, ഇത് സാർ നേരത്തെ പറഞ്ഞത് അദ്ദേഹം അത് മറന്നുപോയത് കൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ ഓക്കെ 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 സാർ ഇത് പറഞ്ഞത് ഓർമ്മയുണ്ടാവും തോന്നുന്നു. ഞാൻ പറയാം താങ്കൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ 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 പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ ഒരു കാര്യം കറക്റ്റാണ് മഞ്ജുഷേ. ഈ ഇത് എന്താണ്, നിയമം മാത്രമാണോ എന്നുള്ളത് ആരായത് പറഞ്ഞത്? നിയമത്തിൽ മാത്രം നിർത്തുന്നത് BJP പറഞ്ഞല്ലോ. നിയമത്തിൽ മാത്രമല്ല, BJP ലക്ഷ്യമാക്കുന്നത് കേരളത്തിലെ ഒരു ഡിസിസീവ് പൊളിറ്റിക്കൽ പവർ ആവുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില്. അതിന് നിയമം മാത്രം പോരാ, വളരെ ശക്തമായിട്ടും എത്രയോ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, തെക്ക് മുതൽ വടക്ക് വരെയുള്ള മണ്ഡലങ്ങളിൽ BJP വളരെ എക്സ്ട്രീംലി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ വാസ്തവം. അതുകൊണ്ട് നിയമം മാത്രമോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോദ്യമാണ്. പിന്നെ ഇവിടെ ഉയർന്ന മറ്റേ ഈ മതേതരത്വത്തിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. മതേതരത്വം എന്നുള്ളത് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു വലിയ മോക്കറിയായി മാറിയിരിക്കുകയാണ് ആ വാക്ക്. ഇപ്പൊ ശ്രീകുമാർ സാറോട് പറഞ്ഞു മതേതര വോട്ടുകൾ ഭിന്നിക്കരുത്, മതേതര വോട്ടുകൾ. എന്റെ സാർ, ഇവിടെ മുസ്ലിം ലീഗ്, അതായത് സ്വന്തം പേരിന്റെ ഒപ്പം ഒരു മതത്തിന്റെ പേരുള്ള പാർട്ടിയുടെ അവരാണെന്ന് ഈ സത്യത്തിൽ UDF താങ്ങി നിർത്തുന്നത് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ?
ഈ മലപ്പുറം അവരവകാശപ്പെടുന്നു, നിങ്ങൾ അവകാശപ്പെടുന്നു, അതിനെക്കാട്ടിൽ കൂടുതൽ അവരവകാശപ്പെടുന്നു. ഞങ്ങൾ മതേതരരാണ്. അതിൻ്റെ അകത്തെ ഇപ്പതേ വേങ്ങരയിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ പ്രശ്നം മതം തന്നെയാണ് എന്ന്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ആ നേതാവ് അവരുടെ ഏറ്റവും ഷുവർ സീറ്റിലാണ് ഇപ്പൊ മത്സരിക്കുന്നത്. നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ വാക്കുകൾ, ഇത് ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ഇന്നത്തെ കോൺഗ്രസ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇതിനെതിരെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് സാർ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളായിട്ട് പറഞ്ഞോട്ടെ, പക്ഷെ ഈ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മനുഷ്യനെ പരിഹസിക്കരുത്. കാര്യം നിങ്ങളൊന്നുമല്ല. കാര്യം ഈ മലപ്പുറം ജില്ല ഇപ്പൊ മുസ്ലിം ലീഗ് നിർത്തിയിരിക്കുന്ന ഒരു സംവരണ മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ മുസ്ലിംസിനെയാണെന്നേ. മുസ്ലിം ഓരോ ആ വിഭാഗത്തിൽ നിന്നും മാത്രമാണ്. എന്തും മതേതരത്വം തേങ്ങാക്കൊല എന്നാണ് ഇവർ പറയുന്നത്. ഇത് ശരിക്കും മനുഷ്യനെ പറ്റിക്കുകയല്ലേ? അതേപോലെ ഈ മുസ്ലിം ലീഗിൽ നിന്ന് പിണങ്ങിപ്പോയ മുസ്ലിം ലീഗിനെക്കാട്ടിൽ തീവ്ര ചിന്താഗതിയുള്ള INL-ന്റെ തോളെ കൈയിട്ടുകൊണ്ടാണ്, INL-നെ കൂടെ കൂട്ടിക്കൊണ്ടാണ് LDF മതേതരത്വം പ്രസംഗിക്കുന്നത്. ഇവര് രണ്ടുപേരും കൂടെ പോയി മത്സരിച്ച മദനിയെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മളുടെ അടുത്ത് മതേതരത്വം പ്രസംഗിക്കാൻ വരുന്നത്. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിലേക്ക് വരാം. മഞ്ചേശ്വരത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവിടുത്തെ തികച്ചും രാഷ്ട്രീയമായ മത്സരം. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നിസ്സാര വോട്ടുകൾക്ക് BJP തോറ്റു. ഈ അന്ന് 2 മണ്ഡലത്തിൽ ശ്രദ്ധിച്ചിരുന്നു സുരേന്ദ്രൻ, കോന്നിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും. അതിനു മുൻപ് നിസ്സാര വോട്ടുകൾക്ക് തോറ്റ മഞ്ചേശ്വരത്ത് അന്ന് ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ, പൂർണ്ണമായിട്ടും ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ ജയിച്ചേനെ എന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇത്തവണ എങ്ങനെയാണ് മഞ്ചേശ്വരത്തെ ഫൈറ്റിനെ താങ്കൾ കാണുന്നത്? മഞ്ചേശ്വരം എന്ന് വെച്ചാൽ ഈ തെക്കൻ കർണാടകയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഈ തെക്കൻ കർണാടക എന്നൊക്കെ പറഞ്ഞാൽ BJPക്ക് നല്ല സ്വാധീനമുള്ള സംഭവം. നമ്മളിപ്പം BJP ഓൾ ഇന്ത്യ അടുത്ത് തന്നെ വലിയ ചർച്ചയാകുന്നതിന് മുമ്പ്, അല്ല കേരളത്തിൽ വലിയ ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ മഞ്ചേശ്വരത്ത് പലപ്പോഴും BJP 2ാം സ്ഥാനത്തെത്തി നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ 2ാമതെത്തി ആരാന്ന് നോക്കുമ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ 2 സ്ഥലത്തും മിക്കവാറും പിന്നെ ഇവർ 2ാമതെത്തും. BJP CPM 3ാമതായിരിക്കും, LDF 3ാമതായിരിക്കും. അന്നേ എന്നെ അങ്ങനെയാണ് ഞാൻ ഇതേപോലെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം. അപ്പോൾ ആ ഒരു കൾച്ചറൽ ബെൽറ്റാണ് അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശക്തമായ സ്വാധീനമുണ്ട്. പിന്നെ BJPക്കാർ അന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ട് ഇവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഇവിടെ അങ്ങനെ BJPക്കാരും ജയിക്കേണ്ട, ഇവിടെ വർഗീയവാദി ജയിക്കേണ്ട എന്ന രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വയ്ക്കുന്നു എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്ര യാഥാർത്ഥ്യം നമുക്കറിയില്ല, നമ്മൾ ഇതിലൊന്നും കയറുന്നില്ലല്ലോ. ഏതായാലും ഈ തെക്കൻ കർണാടകയുടെ ഈ കാനറ ജില്ലയുടെ ഭാഗം എന്ന രീതിയിൽ, മുമ്പ് ബന്ധമുണ്ടായിരുന്ന സ്ഥലം എന്ന രീതിയിൽ അവർക്ക് BJP ശക്തമായ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇനി ജയിക്കുകയോ തോൽക്കുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ഘടകങ്ങളിരിക്കും. സ്ഥാനാർത്ഥി ഉണ്ടാവും, പിന്നെ നമ്മുടെ സുരേന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നിർണായകമാണ്. പക്ഷേ ഇത്തവണ അതിനപ്പുറമായിട്ട് SIR ഒക്കെ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. മഞ്ചേശ്വരത്ത് ഈ കള്ളവോട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമയമാണ് ഈ 2021 16 തെരഞ്ഞെടുപ്പ്. അല്ല, മഞ്ചേശ്വരം ആ മേഖലയിൽ നിന്ന് അങ്ങനെ മാത്രം കള്ളവോട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും വളരെ വിജിലൻ്റാണ്. പിന്നെ ചില പാർട്ടി ഇത്തവണ ഉണ്ടാകില്ല, ഇത്തവണ ഇല്ലല്ലോ. അത് അന്ന് ഇരട്ട വോട്ടുകൾ, പിന്നെ ഗൾഫിലുള്ളവരുടെ വോട്ടുകൾ ഇവിടെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ കേസ് അവസാനം ഒന്നും ആയില്ല. നമുക്കത് നോക്കിയാൽ മതി. ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് അതിലേക്കൊക്കെ ഇതിലെ വിടുക. ഏതായാലും അവിടെ നല്ല മത്സരമായിരിക്കും. പിന്നെ മുമ്പത്തെ പോലെയല്ല, BJP ഇപ്പോൾ ഓൾ കേരള അടിസ്ഥാനത്ത് തന്നെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണെന്ന് BJP. കാരണം അവർക്ക് വോട്ട് മറിച്ചാൽ അവർക്ക് LDF വേണോ UDF വേണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അവർ എത്രത്തോളം വോട്ട് മറിക്കുമെന്നുള്ള കാര്യം അതിനുള്ള ശേഷി ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ നിന്ന് BJP. ആ ഒരു ഘട്ടത്തിൽ മുമ്പുള്ള അവരുടെ അഡ്വാൻറ്റേജ്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് വേണം നോക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, സുരേന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ കിടപ്പ് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അത് മോശമാണോ എന്നാണോ? അതെ. അപ്പോൾ നക്ഷത്രങ്ങൾ ഫാക്ടർ ഉണ്ടെന്നാണ് ഇവർ രാഷ്ട്രീയക്കാർ പൊതുവേ ഭയങ്കര ശാസ്ത്രീയതൊക്കെ പറയുമെങ്കിലും പലരും തലയും കൊണ്ടിട്ട് ജ്യോതിശാലയത്തിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിനൊരു അതുപോലെ ഇഞ്ചായിട്ട് നെക്കായി മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് അതും കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. കഴക്കൂട്ടം കൂടി ഉണ്ട്, അതിനെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, കഴക്കൂട്ടം എന്ന് വെച്ചാൽ ഈ മുരളി വളരെ നന്നായിട്ട് ഉഴുത് മറിച്ച മണ്ണാണ്. പക്ഷേ സുരേന്ദ്രൻ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാട്ടുകാരനാണ് എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനൊരു പക്ഷേ നിയമത്തെക്കാട്ടും കൂടുതൽ വളരെ കൗതുകപൂർവ്വം കാണുന്ന ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ മുമ്പ് നമുക്കറിയാമല്ലോ, അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് പിന്നെ വാഹിദ് ജയിച്ചാണ്. വാഹിദ് അവിടെയുള്ള ഏറ്റവും പ്രൊഡമിനൻ്റ് 2 കമ്മ്യൂണിറ്റി, ഒന്ന് മുസ്ലിംസ് ഉണ്ട്, ഒന്ന് ഈഴവാസുണ്ട്. ഇവരുടെ ഇടയിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. പക്ഷേ പിന്നെ അവിടെ ടെക്നോ പാർക്കൊക്കെ വരികയാണ്. അവിടുത്തെ ഡെമോഗ്രാഫിയിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് പല സ്ഥലത്ത് വന്നിട്ടുള്ള ആളുകൾ, ഈ പുറത്തുനിന്ന് വന്ന IT പോർഷൻസ് അധികം പങ്കു ഒരു BJPക്കാരായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് പിന്നെ നടന്ന ഇലക്ഷൻസിൽ
ഇപ്പം മുരളീധരൻ എന്ന ഇലക്ഷനിലാണ്, ശോഭാ സുരേന്ദ്രൻ എന്ന ഇലക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കടകംപള്ളിയുടെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം ആ നാട്ടുകാരനാണ് എന്നുള്ളത് മാത്രമാണ് അടുത്ത അഡ്വാൻറ്റേജ്. കടകംപള്ളിയെ പോലെ തന്നെ കടകംപള്ളി സ്കൂട്ടറിൽ എല്ലായിടത്തും എത്തും, മുരളീധരൻ ഒരു ഇന്നോവയിൽ എല്ലായിടത്തും എടുത്തു. അപ്പോൾ അത് പരസ്പരം ക്യാൻസലാണ്. അപ്പോൾ നാട്ടുകാരനും പുറത്ത് വന്ന ഒരാൾ എന്ന രീതിയിലുള്ള മത്സരമാണ്. പക്ഷേ അവിടെയുള്ള കാൻഡിഡേറ്റ്സ് ഡെമോഗ്രാഫി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പുറത്തുനിന്ന് വന്നിട്ട് ഡയസ്പോറ IT പ്രൊഫഷണൽസിനും വലിയൊരു സേ അവിടെ ഉണ്ട്. താങ്കൾ UDF സ്ഥാനാർത്ഥിയെ പറയുന്നതേ ഇല്ല കഴക്കൂട്ടത്ത്. എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടില്ല. അതുകൊണ്ട് ശരി, ശ്രീകുമാർ, ഇതും ഒരു ഘടകമാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തെ കുറിച്ച് പറയുമ്പോൾ UDF സ്ഥാനാർത്ഥി ഒരു പ്രാധാന്യം അർഹിക്കുന്നയാൾ പോലും അല്ല എന്ന് ശ്രീ ഫക്രുദ്ദീന്റെ വിലയിരുത്തൽ. ചന്ദ്രപ്രസാദാണ് അദ്ദേഹം, നിസ്സാരനായ നേതാവല്ല, മുൻ MLA ആയിട്ടുള്ള ആളാണ്. ശരി, പക്ഷേ UDF-നോട് ഒരു പ്രസക്തിയേ ഇല്ല എന്നാണ് കോൺഗ്രസിനും. ശരി ശ്രീകുമാർ. അല്ല, നോക്കൂ, ഒരു മണ്ഡലത്തിൽ ആർക്കാണ് പ്രസക്തി എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല മഞ്ജുഷേ. കാരണം രാഷ്ട്രീയ സാഹചര്യം മാറുന്നതനുസരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ശബരിമല വിഷയം കഴക്കൂട്ടത്തെ കാര്യമായ ചർച്ചയുണ്ടായാൽ എന്താണ് അവിടെ മാറ്റം ഉണ്ടാവുന്നൊക്കെ പറയില്ല. ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, ഈ മതേതര വോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. മതേതരം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മറ്റേ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യാത്ത കുറച്ച് പേര്, ചില പുരോഗമന ചിന്തയുള്ളവര്, അല്ലെങ്കിൽ ഇന്ന മുന്നണി വരണം എന്നുള്ളത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പിണറായിക്ക് എതിരായിട്ട് നിൽക്കുന്നവര്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ചേരുന്ന ഒരു കോമൺ പദത്തിൽ ഞാൻ പറഞ്ഞൊരു പൊതുചിന്ത എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സ്റ്റാർ വാല്യൂ കൊണ്ടാണ്, നടൻ എന്ന നിലയ്ക്ക് തന്നെ ജയിച്ചത്. പക്ഷെ അദ്ദേഹം, ഞാൻ പറഞ്ഞത് ഷാഹു തെറ്റിച്ചാണ്, അദ്ദേഹം BJP-കാരനായിരുന്നു, BJP-കാരനായ സിനിമാ നടനാണ്. വോട്ട് കിട്ടിയ സിനിമാ നിലയ്ക്ക് തന്നെയാണ്, സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. ഇപ്പൊ പിഷാരടിക്ക് പാലക്കാട്ട് കൂടുതൽ വോട്ട് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പിഷാരടിയോടുള്ള താരാരാധനയുണ്ട്. എന്താ സംശയക്കാര്യത്തില്? താരാരാധന ഉണ്ടാകും. പിഷാരടി എന്ന താരാരാധനയ്ക്ക് അവിടെ ഒരുപാട് പ്രാധാന്യം കിട്ടും. കാരണം പിഷാരടി വലിയ കുഴപ്പത്തിനൊന്നും പോയിട്ടില്ല. ആളുകളെ ചിരിപ്പിക്കുന്നു. അദ്ദേഹം സ്റ്റാൻഡപ്പ് കോമഡിയൻ എന്ന് മാത്രമല്ലല്ലോ, അദ്ദേഹം രാഷ്ട്രീയ ചിന്താഗതികളിൽ വളരെ പക്വതയായ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും സംസ്കാരവും കലയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മുഖമുണ്ട്. ആ പക്വത നമുക്ക് കേട്ടാ അറിയാതെ. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ BJP-ക്കുള്ള കേരളത്തിലെ വളർച്ചയെക്കുറിച്ച് ഫക്രുദ്ദീൻ പറഞ്ഞ വളർച്ചയെക്കുറിച്ച് നോക്കൂ. ഫക്രുദ്ദീൻ ഈ 2014 തൊട്ട് 26 വരെ എത്തിയിട്ട് 12 വർഷം എത്തിയിട്ട് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നില്ല. ഫക്രുദ്ദീൻ തൃശ്ശൂരിലത്തെ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തട്ടെ, നമ്മളൊക്കെ പറഞ്ഞു പോയല്ലോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ്. പക്ഷെ ആ മണ്ഡലങ്ങളിൽ ഒന്നും ഈ BJP ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. BJP പോലും അത് സാധ്യതയുള്ളതായി കണക്കാക്കുന്നില്ല, തൃശ്ശൂർ പോലും ഇല്ല. കാരണം തൃശ്ശൂർ കോർപ്പറേഷനിൽ അവർ പിടിക്കുന്നില്ല. തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുന്ന BJP പിടിക്കുന്നവർ പറഞ്ഞിരുന്നേ. ഞങ്ങൾക്കറിയായിരുന്നു തൃശ്ശൂർ പിടിക്കില്ല എന്നുള്ളത്. തൃശ്ശൂർ കഴിഞ്ഞ തവണ അവർക്ക് 6 ഡിവിഷൻ ഉണ്ടായിരുന്നു, ഇത്തവണ 8 ഡിവിഷനായി. അല്ല, 7 ഡിവിഷനേ ശരിക്കുള്ളൂ, 1 ഡിവിഷൻ നറുക്കിട്ടെടുത്തതാണ്. അവര് കോൺഗ്രസിന് നേരെ മറിച്ച് കോൺഗ്രസിന്റെ 21-ൽ നിന്ന് 36 വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരവിടെ ഭരിക്കുകയാണ്. അത് മാത്രമല്ല, ഗുരുവായൂർ വെച്ച് മറ്റുള്ളവരുടെ എല്ലായിടത്തുമാണ് BJP-ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഗുരുവായൂരിൽ എന്താ BJP-ക്ക് UDF-നാ ഭൂരിപക്ഷം ഗുരുവായൂര്. ബാക്കി 6 അസംബ്ലി മണ്ഡലങ്ങളിലും LDF-നാണ്. ഗുരുവായൂർ BJP-ക്ക് അല്ല കേട്ടോ ഭൂരിപക്ഷം. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ഇപ്പോഴത്തെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഗോപാലകൃഷ്ണന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ. അപ്പൊ തൃശ്ശൂർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൃശ്ശൂരിലത്തെ അതാ ഞാൻ പറഞ്ഞ തദ്ദേശ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും നരേന്ദ്രമോദിയോടുള്ള താല്പര്യവും പ്രാദേശികമായിട്ടുള്ള BJP-യുടെ പ്രാദേശിക നേതാക്കന്മാരെ മിടുക്കന്മാരുണ്ട് ജയിക്കും. അത് BJP-യുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ആവണമെന്നില്ല, കോൺഗ്രസിന്റെ എല്ലാം അങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെ. പക്ഷെ ഒരു കോമൺ വേവ് എങ്ങനെയാണ് ഇത്തവണ ഉണ്ടായത്? ഇപ്പൊ BJP-ക്ക് കാസർഗോഡ് പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഉണ്ടായിരുന്നു മുൻപ്. ഇപ്പൊ ഉണ്ടോ എനിക്ക് അറിയില്ല, ഇല്ലെന്നാണ് എന്റെ അറിവ്. കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ക്രൈസ്തവ വിഭാഗം സുരേഷ് ഗോപിയെ സഹായിച്ചു. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത്തവണ ക്രൈസ്തവ വിഭാഗം BJP-ക്ക് ഒപ്പം ഇല്ല. കാരണം അവർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, സ്വാഭാവികമായിട്ട് പഴയ രീതിയിൽ UDF-നൊപ്പം നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ആ രീതിയിലാണ് വരുന്നത്. അങ്ങനെ തന്നെയല്ലേ അത്? അല്ല, അതിൽ ക്രൈസ്തവ വിഭാഗത്തോളം ഉണ്ടാകുന്ന ശരി, അവർ അതാത് കോണ്ടെക്സ്റ്റുകൾ നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുക. അവർ മുസ്ലിങ്ങളെ പോലെ ഹിന്ദുക്കളെ പോലെ ഒന്നും വൈകാരികമായി വോട്ട് ചെയ്യുന്ന ആളുകളല്ല. അവരാലോചിച്ച് ഉറപ്പിച്ച് പിന്നെ സഭയുടെ നിർദ്ദേശം വരും, അങ്ങനെയൊക്കെയാണ് അവരുടെ വോട്ട് വരുന്നത്. ഇത്തവണ അത് UDF-ന് അനുകൂലമാണെന്ന് പൂർണ്ണമായി ഞാൻ കരുതി. ഞാൻ കേട്ടത് ഇത് LDF-ൽ അവർ ഹാപ്പിയാണ്, അവിടെ ബിഷപ്പും LDF-ൽ ഹാപ്പിയാണ്. അതൊരു ഫാക്ടറാണ്. എങ്കിൽ പോലും BJP-യുടെ ഒരു വളർച്ച ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ നോക്കുകയാണ്, അവർക്ക് ഫിക്സഡ് ആയിട്ട് കുറച്ച് വോട്ട് ഉണ്ട് അവിടെ. ഒരു ഹിന്ദുത്വ സ്വഭാവം ഉള്ളൊരു സ്ഥലം, ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ BJP എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, BJP-യുടെ വളർച്ച, BJP-ക്ക് കേരളത്തിൽ 100% വോട്ട് ഒരിക്കലും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. അവർക്ക് 50% അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിൻ്റെ ഡെമോഗ്രാഫി വെച്ചുകൊണ്ട്. അതിൻ്റെ ഇടയിലാണ് അവരൊരു സീറ്റ് കിട്ടുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്.
പക്ഷെ അവരെ വിചാരം എന്ന് വെച്ചാൽ ഈ മുതുമുത്തശ്ശനായ കോൺഗ്രസിനെ പോലെ പഴയ CPM BS ആയിട്ടുള്ള അടി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവർ തമ്മിൽ 10-20 ഗ്രൂപ്പായിട്ട് ഇവന്മാർ പരസ്പരം ഭരിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് അത് സീറ്റാക്കി മാറ്റാത്തത്. ഈ ഇലക്ഷനിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അവർക്ക് മോളിൽ നിന്ന് ശക്തമായ നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്, പണി നിർത്തിക്കുമെന്ന്. അതെല്ലാ തവണയും അങ്ങനെയല്ലേ? കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ അല്ല, എത്തവണ അല്ല പ്രാന്തെടുത്തിരിക്കുക മോളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ആ പരിപാടി കൊണ്ട് സീറ്റ് നഷ്ടപ്പെട്ടെന്ന് ഇങ്ങോട്ട് അത് വന്ന് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് എന്ന് ശക്തമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എങ്കിലും അവർ ചിലപ്പോൾ കളിക്കണ്ട, അവരുടെ സ്വഭാവം വെച്ചിട്ട്. യദുകുലത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം അവർ 2 ഫാക്ടറാണ് അവരെ പിന്നോട്ട് വലിക്കുക. ഒന്ന്, ഡെമോഗ്രാഫിയിൽ 50% മാത്രമേ ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർക്കിപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നല്ല സാബുവിനൊക്കെ കൂട്ടിയതും ഈ സീറ്റ് സിനിമാടിയൊക്കെ കൊടുത്തൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് BJP വിമർശനത്തിന് കാരണമായി. ഇപ്പൊ തൃപ്പൂണിത്തുറ സീറ്റ് 2020 കൊടുത്തത് എന്തുകൊണ്ട് BJPക്ക് നൽകിയില്ല, അവിടെ നഗരസഭ പിടിച്ചതല്ല. അതൊക്കെ അല്ല, അത് അവരെ സംബന്ധിച്ച് ഇനി എന്താണെന്ന് വെച്ചാൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന വോട്ട് ബാങ്കിൻ്റെ ഒരു ഏരിയ വർദ്ധിപ്പിക്കണം. അതിന് ഇത്തരം ചില വിട്ടുവീഴ്ചകൾ നൽകേണ്ടി വരും. ഇത് CPM ഉം കോൺഗ്രസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർ വോട്ട് സീറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉറപ്പുള്ള സീറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് സീറ്റിൻ്റെ അവരുടെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ കൂട്ടണം. അത് നല്ലൊരു നീക്കം തന്നെയാണ്. ഭാവിയിൽ അവർക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം അതാണ്, 2 സഖ്യകക്ഷികളെ കിട്ടാത്തതായിരുന്നു. ഇപ്പോൾ അവർക്ക് സഖ്യകക്ഷികളെ കിട്ടി. സാബു സെക്കുലറാണ്, പക്ഷേ സാബു ക്രിസ്ത്യാനി കൂടിയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ സാബുവിനെയും പാർട്ടിനെയും ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് ക്രിസ്ത്യൻസിനിടയിൽ കൂടുതൽ റീച്ച് കൊണ്ടുവരാൻ അവരെ സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം അവരെ നമ്മൾ കാണാൻ. എന്നിട്ട് പോലും BDJS പരീക്ഷണമോ അത് എവിടെ വരെയായി? അത് BDJS പരീക്ഷണം BDJSൻ്റെ കയ്യിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്. ഒന്ന് BDJSന് കിട്ടുക അത്ര എളുപ്പമൊന്നായിരുന്നില്ല. കിട്ടിയിരിക്കാ തുഷാരം പിടിച്ചാൽ മന്ത്രിയൊക്കെ ആക്കേണ്ടത്, സാമന്ത്രിയെങ്കിലും ആക്കാമായിരുന്നു. തുഷാർ അത്ര പോലെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആളുകൾ അവരാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാക്കിയില്ല അത് ചോദ്യമുണ്ട്. 2, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആദ്യത്തെ ഇലക്ഷൻ എന്ന് ജയിക്കുമ്പോൾ കോൺഗ്രസും CPM ഒക്കെ ഒരുപാട് തോറ്റിട്ടാണ് ഈ രീതിയിലെത്തിയത്. പാകിസ്ഥാനിൽ നമ്മുടെ ഇമ്രാൻഖാൻ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ആദ്യത്തെ ഇലക്ഷൻ മൂപ്പര് വരെ തോറ്റുവതാണ്. തുഷാർ ആ ഇലക്ഷൻ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും പിന്നെ തുഷാർ പാർട്ടിയെ നിലനിർത്താൻ നോക്കിയില്ല. പാർട്ടിയെ നിലനിർത്താൻ തുഷാർ ഈ ബെൻസ് കാറിലോ അല്ലെങ്കിൽ ഇന്നോവയിലോ ഈ ഉത്തരേന്ത്യൻ ഡ്രസ്സ് ധരിച്ച് അങ്ങോട്ട് പാർട്ടി ഉണ്ടാവില്ല. പാർട്ടി കൃത്യമായ ക്യാമ്പുകൾ വേണമെന്ന് നരിശ് ചെയ്യണം, പാർട്ടിക്കാരുടെ പ്രവർത്തനങ്ങൾ ഇടപെടണം. അത് തുഷാറിനും പറ്റിയില്ല. അപ്പോൾ ആ റെലവൻസ് നിലനിർത്താൻ തുഷാറിനും പറ്റിയില്ല. റെലവൻസ് ഉള്ള സമയത്ത് അംഗീകാരം കൊടുക്കാൻ അവർക്കും പറ്റിയില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി നായരിൽ നിന്ന് BJP കിട്ടാവുന്ന വോട്ടുകൾ അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. ഈഴവല് കിട്ടേണ്ടതും ഇപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റില്ല. ഇനി BJP ജയിക്കും എന്നുള്ള സാഹചര്യം വന്നാൽ മാത്രമാണ് ഈ 2 കമ്മ്യൂണിറ്റിയും കൂടുതൽ വോട്ട് അവർക്ക് കിട്ടുള്ളൂ. ഒപ്പം കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും കിട്ടണം. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിൽ പോലും നമ്മൾ BJPൻ്റെ വളർച്ച തുടങ്ങുന്ന 80-കളാണല്ലോ, അല്ലാതെ 2016-ലല്ലോ. അവർ ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, പക്ഷേ ഇവിടെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിൽ BJP ഒരു ഫാക്ടറി അല്ലാതാകും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. അല്ല, ഒരു കാര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ട് 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അതാണെങ്കിൽ 5 വർഷം കൂടി ഇരിക്കുമ്പോഴായിരുന്നു ആ ചേഞ്ച് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു പാറ്റേൺ ഇപ്പം മാറി. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലുള്ള ഒരു വലിയൊരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 100% ജനവിരുദ്ധമായ ഒരു സർക്കാർ തന്നെയാണ്. പക്ഷെ ഈ ഭരണവിരുദ്ധ വികാരം തനിയെ ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിൽ പ്രതിപക്ഷത്തിനും വളരെ വലിയൊരു പങ്കുണ്ട്. അവർ ജനങ്ങളിലേക്കുള്ള അവരുടെ റീച്ച് ഔട്ട്, അവരുടെ പ്രചാരണം, അവരുടെ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു തരംഗം ഉണ്ടാകുന്നത്, ഭരണാനുകൂലമായാലും ഭരണവിരുദ്ധ വികാരമായാലും. അങ്ങനെ ആ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ശേഷിയും ശക്തിയും ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇപ്പൊ നോക്കൂ, നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തതാണ് മഞ്ജുഷേ, ഓർമ്മയില്ലേ? മറ്റേ നമ്മുടെ വീണ ജോർജിനെതിരെയുള്ള സമരം. ആ വീണ ജോർജിനെതിരെയുള്ള സമരം അവരൊരൊറ്റ ഡ്രാമയ്ക്കകത്ത് എന്ത് പെട്ടെന്നാണ് അത് പൂട്ടിക്കെട്ടി പെട്ടിയിലാക്കിയത്. പിന്നെ കോൺഗ്രസ് അതിനുശേഷം കോൺഗ്രസ് അവരുടെ കരിങ്കൊടി പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടോ? എത്ര ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന അനുകൂല സാഹചര്യമുള്ള ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ ഒരൊറ്റ ഡ്രാമ കൊണ്ട് ഇവര് ഫ്ലാറ്റായിപ്പോയി. അത്ര ഭയമുണ്ട് ഇവർക്ക്. അതായത് അത്രേ ഉള്ളൂ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ UDFന്റെ അവസ്ഥ. അവരാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഷാബുവിനോട് യോജിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. അല്ല, ഈ ഭരണവിരുദ്ധ അങ്ങനെ ഒരു സാധനം ഉണ്ടായാൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് എന്ന് ഞാനും കരുതുന്നില്ല. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ വിചാരിച്ചില്ല അവർക്ക് ഇതിനും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാവും എന്നുള്ളത്. അതിന് കോൺഗ്രസ് പല സ്ഥലത്തും കോൺഗ്രസ് തന്നെ എന്നോട് സ്വകാര്യമായി പറഞ്ഞത് ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായിരുന്നു. അപ്പം വലിയ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത്, ഗവൺമെൻറ് എതിരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മളെ കാണുന്നത്. പക്ഷേ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്.
ഒരു തവണ ഇതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ അടുത്ത തവണ അവർ ലോജിക്കലായി ചിന്തിക്കും. ഇപ്പോൾ കുഞ്ഞാപ്പയ്ക്കെതിരെ ഒരിക്കലും വിരുദ്ധ വികാരം ഉണ്ടായി, പിന്നെ കുഞ്ഞാപ്പ വൻ ഭൂരിപക്ഷത്തിൽ അയച്ചു. കാരണം കുഞ്ഞാപ്പ നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന ഒരു MLA ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ശബരിമലയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് മുമ്പ് LDFനെതിരെ ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭ അത് കഴിഞ്ഞ് ഉടനെ നടന്ന ബൈ ഇലക്ഷനിൽ 3-3 നിയമസഭാ ഇലക്ഷൻ അവർ പിടിക്കുകയും ചെയ്തു. കാരണം ജനങ്ങൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായ റേഷൻ കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, റേഷൻ കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, ഇത്രയും പ്രതിസന്ധി കടന്നു പോകുമ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് കേട്ടു, ശ്രീകുമാർ സാർ, ഇവരുടെ ഫ്ലാഗ്ഷിപ്പോ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് ഇവർക്ക്, K-ഫോണില്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന KSRTC നവീകരിച്ചില്ലേ, പിന്നെ ഈ പറയുന്ന പോലെ 5 ലക്ഷത്തോളം വീടുകൾ കൊടുത്തില്ലേ, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ആ പാടെ ഈ കേരളയിലും വിഴിഞ്ഞം പോർട്ട് മാത്രമാണോ കാണുന്നത്? വിഴിഞ്ഞം പോർട്ട് തന്നെ എന്താ ഉമ്മൻചാണ്ടി സാർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്, മോളെന്നുള്ള നോട് കിട്ടിയിരുന്നില്ല. പിണറായി വിജയൻ വന്നതിന് ശേഷം ഓടിയത്. ആ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ വളരെ നന്നായി ഒന്നാം സ്ഥാനത്ത് പല സമയത്തും എത്തി എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ആലോചിച്ചാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾ LDFന് വോട്ട് ചെയ്യും. അതല്ല ഇത് അടുത്ത വർഷമല്ല കണ്ട് മടുത്ത് സ്വിഫ്റ്റ് കാർ കണ്ട് മടുത്ത് ഇനി പുതിയ വണ്ടി മേടിക്കാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: നിയമത്തിനപ്പുറം BJP പ്രതീക്ഷിക്കണോ? പ്രതീക്ഷിക്കാമെന്ന് 45% പ്രേക്ഷകർ, പ്രതീക്ഷിക്കേണ്ടെന്ന് 52%. വേണ്ടി വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.